ഇനി നമുക്ക് ഈ ക്ലാസ്സിൽ സുതാര്യ വസ്തുക്കളുടെ നിറം എന്ന ടോപ്പിക്ക് പഠിക്കാം. അതിനുശേഷം അതാര്യ വസ്തുക്കളുടെ നിറം അതുകൂടി ഈ ഒരു ക്ലാസ്സിൽ നമുക്ക് നോക്കാം. നോക്കുക, കുട്ടികൾ എങ്ങനെയാണ് പൂക്കളെ നിരീക്ഷിച്ചത്? ഇവിടെ എന്താണ് പറഞ്ഞിട്ടുള്ളത്? വെളുത്ത നിറത്തിലുള്ള പൂക്കൾ അല്ലേ? ഒരു കുട്ടി പറയുന്നുണ്ട്, ഈ ചുവപ്പ് നിറത്തിലുള്ള പൂവിന് എന്തു ഭംഗി എന്ന്. ഈ കുട്ടി ധരിച്ചിരിക്കുന്ന കണ്ണടയുടെ നിറം എന്താണ്? ചുവപ്പാണല്ലേ? അപ്പൊ ഈ കുട്ടി പറയുന്നത് എന്താണ്? ചുവപ്പോ നീല നിറമുള്ള പൂവല്ലേ എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ? അപ്പൊ ഇവിടെ ഒരേ പൂവാണെങ്കിലും രണ്ട് വ്യത്യസ്ത നിറങ്ങളിലാണ് ഈ കുട്ടികൾ ഈ പൂവിനെ കാണുന്നത്. ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത് കുട്ടികൾ എങ്ങനെയാണ് പൂക്കളെ നിരീക്ഷിച്ചത് എന്നാണ്. കുട്ടികൾ ഈ ഗ്ലാസ്സിലെ കൂടിയാണല്ലേ പൂക്കളെ നിരീക്ഷിച്ചിട്ടുള്ളത്. അവർ ധരിച്ച കണ്ണടയിലെ ഫിൽറ്ററിന്റെ നിറം എന്തായിരുന്നു? ആദ്യത്തെ കുട്ടി ധരിച്ച കണ്ണടയിലെ ഫിൽറ്ററിന്റെ നിറം ചുവപ്പും രണ്ടാമത്തെ കുട്ടി ധരിച്ച കണ്ണടയിലെ ഫിൽറ്ററിന്റെ നിറം നീലയുമാണ് അല്ലേ? നമുക്ക് നോക്കാം, ഓരോ നിറത്തിലുള്ള ഫിൽറ്ററുകൾ ഏതൊക്കെ പ്രകാശത്തെയാണ് കടത്തിവിടുന്നതെന്ന് നോക്കാം. ഫിൽറ്ററുകളിലൂടെ, അതായത് സുതാര്യ വസ്തുക്കൾ, ഇവയാണ് ഫിൽറ്ററുകൾ എന്ന് ഉദ്ദേശിക്കുന്നത്. അതിനകത്തെ കൂടെ പ്രകാശം കടന്നു പോകുന്നുണ്ട്. ധവളപ്രകാശം കടത്തിവിട്ട് ഒരു വെളുത്ത സ്ക്രീനിൽ പതിപ്പിക്കൊണ്ടോ 3 ഫിൽറ്ററുകളുടെ ചിത്രം കൊടുത്തിട്ടില്ല അല്ലേ? റെഡ്, ഗ്രീൻ, പിന്നെ ബ്ലൂ. ചുവപ്പ്, നീല, പച്ച തുടങ്ങിയവയാണ് കൊടുത്തിട്ടുള്ളത് അല്ലേ? നോക്കുക, ഈ റെഡ് ഫിൽറ്ററിലെ കൂടി ധവളപ്രകാശം കടന്നു പോകുമ്പോൾ അത് ആ റെഡ് കളറിനെ മാത്രം കടത്തിവിടുന്നു. ബാക്കി ചുവപ്പ് ഒഴികെയുള്ള വർണ്ണങ്ങളെ ആഗിരണം ചെയ്യുകയാണ് ചെയ്യുന്നത്. ബ്ലൂ ഫിൽറ്റർ ആണെങ്കിലോ അത് ബ്ലൂവിനെ മാത്രം കടത്തിവിടുന്നു, മറ്റുള്ള വർണ്ണങ്ങളെ ആഗിരണം ചെയ്യുന്നു. ഇനി പച്ച ഫിൽറ്റർ ആണെങ്കിലോ അത് പച്ചയെ മാത്രം കടത്തിവിടുന്നു, ബാക്കി വർണ്ണങ്ങളെ ആഗിരണം ചെയ്യുന്നു. ഈ ചുവപ്പ്, നീല, പച്ച ഈ വർണ്ണങ്ങളുടെ പ്രത്യേകത എന്താണ്? ഇവ പ്രാഥമിക വർണ്ണങ്ങളാണെന്ന് പഠിച്ചിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞൊരു ക്ലാസ്സിൽ, അതായത് കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചൊരു കാര്യമുണ്ട്. ഏതാണിത്? ഈ ഒരു ചിത്രം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഓക്കെ, ഇത് നിങ്ങൾ വരച്ച് പഠിക്കുക എങ്ങനെയാണ് വരുന്നതെന്ന്. കാരണം ഈ ഒരു പാഠത്തിൽ നിന്ന് എന്ത് ക്വസ്റ്റ്യൻ വന്നാലും അതിനൊക്കെ ഈ ഒരു ചിത്രമായിട്ട് ബന്ധമുണ്ടാകാൻ സാധ്യതയുണ്ട്. ഓക്കെ, എങ്ങനെയാണ് പഠിക്കുന്നത്? RGB അല്ലെ, 3 സർക്കിൾസ് വരക്കുക, ഇങ്ങനെ വരച്ച് പഠിക്കുക. ഓക്കെ, എന്നിട്ട് RGB എന്ന് എഴുതുക. റെഡ്, ഗ്രീൻ, ബ്ലൂ അല്ലെ, ചുവപ്പ്, പച്ച, നീല. എന്നിട്ടോ അതിനിടയിൽ എന്തെഴുതും? മ. ആദ്യത്തെ മ എന്താണ്? നമുക്ക് ഏറ്റവും പരിചിതമായ മഞ്ഞ. രണ്ടാമത് സയൻ. മൂന്നാമത്തെ മ എന്താണ്? മജന്ത. ഓക്കെ, ഇത് 3 വൃത്തങ്ങളും കൂടിച്ചേരുന്ന ഭാഗത്ത് എന്താണ്? ധവളം അല്ലെ, വെളുത്ത നിറമാണ് ഉണ്ടാകുന്നത്. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു ചിത്രം നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയുമെങ്കിൽ നിങ്ങൾക്ക് ഒരുവിധം പല ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതാൻ കഴിയും ഒരു പാഠത്തിൽ നിന്ന്. ഓക്കെ, നോക്കുക, എന്താണ്? റെഡും ഗ്രീനും കൂടിച്ചേരുന്ന ഭാഗത്ത് മഞ്ഞ, ഗ്രീനും ബ്ലൂവും മാത്രം കൂടിച്ചേരുന്ന ഭാഗത്ത് സയൻ, ബ്ലൂവും റെഡും കൂടിച്ചേരുന്ന ഭാഗത്ത് മജന്ത. ഇത് 3ഉം കൂടിച്ചേരുന്ന ഭാഗമല്ലേ ഇത്? അവിടെ എന്താണ്? ധവളപ്രകാശം. ഓക്കെ, ഇത് റെഡ്, ഗ്രീൻ, ബ്ലൂ എന്നിവയൊക്കെ പ്രാഥമിക വർണ്ണങ്ങളാണ്. മഞ്ഞ, സയൻ, മജന്ത എന്നിവയൊക്കെ എന്താണ്? ദ്വിതീയ വർണ്ണങ്ങളാണ്. ഓക്കെ, അപ്പൊ ഈ ഒരു കാര്യം നിങ്ങളുടെ ഓർമ്മയിൽ ഉണ്ടാവുക. നമുക്ക് ബാക്കി കാര്യങ്ങൾ ഇവിടെ നോക്കാം. നോക്കുക, ഇവിടെ ഈ 3 ഫിൽറ്ററുകളുടെ പ്രത്യേകത എന്താണ്? ഇത് ആ പ്രാഥമിക വർണ്ണങ്ങളുടെ നിറത്തിലുള്ള ഫിൽറ്ററുകളാണ് അല്ലേ? ഓക്കെ, ഇനി ബാക്കി നോക്കാം. ഫിൽറ്ററിൽ പതിക്കുന്ന പ്രകാശം ധവളപ്രകാശമാണ്. ഫിൽറ്ററിന്റെ നിറം ചുവപ്പാകുമ്പോൾ ധവളപ്രകാശത്തിലെ ചുവപ്പ് വർണ്ണത്തെ കടത്തിവിടുന്നു. പച്ചയാകുമ്പോൾ പച്ചവർണ്ണത്തെ കടത്തിവിടുന്നു. നീലയാകുമ്പോൾ നീലവർണ്ണത്തെ കടത്തിവിടുന്നു. ഇനി മഞ്ഞ ഫിൽറ്ററിലൂടെ ധവളപ്രകാശത്തെയും പ്രാഥമിക വർണ്ണങ്ങളിൽ ഓരോന്നിനെയും കടത്തിവിടാൻ ശ്രമിച്ചു നോക്കൂ. എന്ത് നിരീക്ഷിക്കാൻ കഴിയുന്നു? ഏതാണ് ഫിൽറ്ററിന്റെ നിറം? മഞ്ഞ ഫിൽറ്റർ ആണ്. മഞ്ഞ ഒരു ദ്വിതീയ വർണ്ണമാണ് അല്ലേ? ഈ മഞ്ഞ ഉണ്ടായിരിക്കുന്നത് ഏതൊക്കെ പ്രാഥമിക വർണ്ണങ്ങൾ കൂടിച്ചേർന്നിട്ടാണ്? ചുവപ്പ്, പച്ച എന്നീ പ്രാഥമിക വർണ്ണങ്ങൾ കൂട്ടിച്ചേർത്താലാണ് നമുക്ക് മഞ്ഞ വർണ്ണം കിട്ടുന്നത് അല്ലേ? അപ്പൊ മഞ്ഞ ഫിൽറ്ററിലെ കൂടി നമ്മൾ ധവളപ്രകാശത്തെയാണ് കടത്തിവിടുന്നെങ്കിൽ അതിനപ്പുറം വരുന്ന നിറം എന്ത് തന്നെയായിരിക്കും? മഞ്ഞ തന്നെയായിരിക്കും. കാരണം മഞ്ഞ നിറം ഫോം ചെയ്തിരിക്കുന്നത് എന്താണ്? ചുവപ്പും പച്ചയും കൂടി ചേർന്നിട്ടാണ്. സ്വാഭാവികമായിട്ടും ഒരു മഞ്ഞ ഫിൽറ്ററിലെ കൂടി എന്താണ്? ഈ ചുവപ്പിനും പച്ചക്കും കടന്നു പോകാൻ കഴിയും. അതായത് മഞ്ഞ തന്നെ മറുവശത്തേക്ക് എത്തും. ഓക്കെ, നോക്കുക, ഇവിടെ പറഞ്ഞ കാര്യം നോക്കിക്കോളൂ. മഞ്ഞ ഫിൽറ്ററിലൂടെ ധവളപ്രകാശത്തെയും പ്രാഥമിക വർണ്ണങ്ങളിൽ ഓരോന്നിനെയും കടത്തിവിടാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ? അപ്പൊ മഞ്ഞ ഫിൽറ്ററിലെ കൂടി മഞ്ഞ നിറം എന്തായാലും കടന്നു പോകും. ഓക്കെ, പിന്നെയോ
മഞ്ഞയുടെ ഘടകവർണ്ണങ്ങളായ ചുവപ്പ്, പച്ച എന്നിവയും കടന്നുപോകും. ഓക്കെ, അതായത് മഞ്ഞ ഫിൽറ്റർ മഞ്ഞ നിറത്തെയും, ഓക്കെ, ഒരു മഞ്ഞ ലൈറ്റ് അടിക്കുന്നുണ്ടെങ്കിൽ ആ മഞ്ഞ ലൈറ്റ് കടന്നു പോകും. പിന്നെ ഘടകവർണ്ണങ്ങളായ ചുവപ്പ്, പച്ച എന്നിവയും കടത്തിവിടുന്നു എന്നാണ്. ഓക്കെ, നമ്മൾ ചുവപ്പ് പ്രകാശം മാത്രം അതിലേക്ക് പതിപ്പിക്കുകയാണെങ്കിൽ അത് കടന്നു പോകും. കാരണം മഞ്ഞയുടെ ഘടകവർണ്ണമാണ് ചുവപ്പ്. പച്ചയും മഞ്ഞയുടെ ഘടകവർണ്ണമാണ്. നമ്മൾ ആ ചിത്രത്തിൽ കണ്ടിട്ടുണ്ട് അല്ലേ? പിന്നെയോ, ഇനി മഞ്ഞ പ്രകാശം അതിനെ പതിപ്പിക്കുന്നുണ്ടെങ്കിലോ? സ്വാഭാവികമായിട്ടും നമുക്കറിയാം മഞ്ഞയിൽ എന്താണ്, ചുവപ്പും പച്ചയുമാണുള്ളത്. അപ്പോൾ ഇവ രണ്ടും കടന്നു പോകുന്ന അറിയാം. ഇത് രണ്ടും കൂടി ചേർന്നത് മഞ്ഞ നിറം തന്നെയല്ലേ? ഓക്കെ, കൺഫ്യൂഷൻ ആവണ്ട. ഈ ഒരു കാര്യം പഠിച്ചാൽ മതി. എന്താണ്? ഫിൽറ്ററുകൾ ധവളപ്രകാശത്തിൽ നിന്ന് ഫിൽറ്ററിന്റെ നിറമുള്ള വർണ്ണത്തെയും, അതായത് ഇവിടെ മഞ്ഞ ഫിൽറ്റർ അല്ലേ, അപ്പൊ മഞ്ഞയെ കടത്തിവിടും എന്തായാലും. പിന്നെയോ, മഞ്ഞയുടെ ഘടകവർണ്ണങ്ങളെയും, ഇവിടെയാണ് പറഞ്ഞേ, ഇവിടെ മഞ്ഞയുടെ ഘടകവർണ്ണങ്ങളെയും കടത്തിവിടും. ഓക്കെ, നോക്കുക. ഇതേ കാര്യം നമുക്ക് ആ ഒരു ചിത്രമായിട്ട് ആ ചിത്രത്തിൽ നോക്കാം. ഓക്കെ, ഈ ഒരു ചിത്രം നോക്കുക. മഞ്ഞ എവിടെയാണുള്ളത്? ഇവിടെയാണ് അല്ലേ? അപ്പൊ ഒരു മഞ്ഞ നിറമുള്ള ഫിൽറ്റർ മഞ്ഞ നിറത്തെയും, പിന്നെ ഇതിന്റെ ഘടകവർണ്ണങ്ങൾ എന്തൊക്കെയാണ്? ചുവപ്പും പച്ചയാണ് അല്ലേ? അപ്പൊ അതിന്റെ ഘടകവർണ്ണങ്ങളായ ചുവപ്പ്, പച്ച എന്നീ വർണ്ണങ്ങളെയും കടത്തിവിടും. ഓക്കെ, അതേപോലെ സയൻ നിറത്തിലുള്ള ഫിൽറ്റർ ആണെങ്കിലോ, അത് സയൻ നിറത്തെയും അതിന്റെ ഘടകവർണ്ണങ്ങളായ പച്ച, നീല എന്നിവയും കടത്തിവിടും. അതേസമയം ചുവപ്പിനെ അത് എന്താണ്? തടയുന്നു. ഓക്കെ, ഓക്കെ, ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. ഇപ്പൊ ചുവപ്പ്, പച്ച എന്നിവ മഞ്ഞ ഫിൽറ്ററിലേക്ക് കൂടെ കടന്നു പോകുന്നു പറഞ്ഞു. അതേസമയം നീലവർണ്ണമോ? നീലവർണ്ണം കടത്തിവിടില്ല. കാരണം നീലവർണ്ണം ഈ മഞ്ഞയുടെ ഘടകവർണ്ണം അല്ലല്ലോ. ചുവപ്പും പച്ചയും മാത്രം കൂടിച്ചേരുമ്പോഴാണല്ലോ നമുക്ക് മഞ്ഞ കിട്ടുന്നത്. ഓക്കെ, അതുകൊണ്ട് നീലവർണ്ണത്തെ അത് കടത്തിവിടുന്നില്ല. ഈ രണ്ട് ചോദ്യത്തിന് ഉത്തരമാണ് താഴെ കൊടുത്തിട്ടുള്ളത്. ഓരോ ഫിൽറ്ററിലൂടെയും ധവളപ്രകാശത്തിലെ ഏതേത് വർണ്ണമാണ് കടന്നു പോകുന്നത്? രണ്ടാമത് എന്താണ്? ഫിൽറ്ററിൽ പതിക്കുന്ന മറ്റു വർണ്ണങ്ങൾക്ക് എന്തായിരിക്കും സംഭവിക്കുന്നത് എന്ന്. രണ്ടിനും ഉത്തരം കൊടുത്തിട്ടുണ്ട്. ഫിൽറ്ററിന്റെ നിറമുള്ള വർണ്ണത്തെയും അതിന്റെ ഘടകവർണ്ണങ്ങളെയും മാത്രം കടത്തിവിടുന്നു, മറ്റു വർണ്ണങ്ങളെ തടയുന്നു. ഓക്കെ, ഇനി നോക്കുക. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ ഒക്കെ വന്നാൽ നിങ്ങൾ സാവധാനം ആലോചിച്ചിട്ട് ഉത്തരം എഴുതുക. ഇവിടെ ഒരു ചോദ്യമുണ്ട്. എന്താണ്? ഫിൽറ്ററിന്റെ നിറം മജന്ത. ഓക്കെ, മജന്ത എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്താണ്? അത് ദ്വിതീയ വർണ്ണമാണ്. ഓക്കെ, നേരത്തെ ചിത്രം ഓർമ്മയുണ്ടല്ലോ, ഒരു ദ്വിതീയ വർണ്ണമാണ്. മജന്ത ഫോം ചെയ്തിരിക്കുന്നത് ഏതൊക്കെ വർണ്ണങ്ങൾ കൂടിച്ചേർന്നിട്ടാണ്? പ്രാഥമിക വർണ്ണങ്ങളായ ചുവപ്പ്, നീല എന്നിവ കൂടിച്ചേർന്നിട്ടാണ്. നോക്കൂ, ഈ ചിത്രം നോക്കൂ. ഇവിടെ റെഡ്, ഞാൻ പറഞ്ഞു ആർ, ജി, അടുത്ത എന്താണ്? ബ്ലൂവും കൂടി ഉണ്ടല്ലേ? ബ്ലൂ പ്രാഥമിക വർണ്ണങ്ങളാണ്. പിന്നെ ദ്വിതീയ വർണ്ണങ്ങളോ ഇതിനിടയിൽ വരും അല്ലേ? ഇവിടെ മഞ്ഞ, 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 ഇവിടെ സയൻ, ഇവിടെയോ? ഇവിടെ മജന്ത. ഓക്കെ, ഇവിടെ മജന്ത, നടുവിൽ ധവള പ്രകാശം. ഓക്കെ, നോക്കുക. ഈ മജന്ത ഫോം ചെയ്തിരിക്കുന്നത് ചുവപ്പും നീലയും കൂടി ചേർന്നിട്ടാണ്. അതാണ് ഞാൻ ഇവിടെ എഴുതിയിട്ടുള്ളത്, ചുവപ്പ് പ്ലസ് നീല. ഇനി കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട് അല്ലേ? എന്താണ്? ഫിൽറ്ററിൽ പതിക്കുന്ന പ്രകാശം വിവിധ പ്രകാശത്ത് തന്നിട്ടുണ്ട്. നോക്കുക, ഫിൽറ്ററിൽ ചുവന്ന പ്രകാശം പതിക്കുകയാണെങ്കിൽ അതിനെ കടത്തിവിടുമോ ഇല്ലയോ എന്നാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഓക്കെ, നോക്കുക, ചുവപ്പ് പ്രകാശമാണ് പതിക്കുന്നത്. ഈ ചുവപ്പ് എന്നത് മജന്തയുടെ ഘടകവർണ്ണമാണല്ലോ, അതുകൊണ്ട് അതിനെ കടത്തിവിടും. നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഫിൽറ്ററുകൾ അതിന്റെ വർണ്ണത്തെയും അതിന്റെ നിറമുള്ള വർണ്ണത്തെയും അതിന്റെ ഘടകവർണ്ണങ്ങളെയും കടത്തിവിടുന്നു എന്ന് പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ചുവപ്പിനെ കടത്തിവിടുന്നു. ഓക്കെ അല്ലേ? ഇനി പച്ച, പച്ച ഇതിന്റെ ഘടകവർണ്ണമാണോ? അല്ല, പച്ച ഇവിടെ ഇല്ല അല്ലെ, അതുകൊണ്ട് പച്ചയെ കടത്തിവിടുന്നില്ല. ഓക്കെ, നീലയോ? നീല സ്വാഭാവികമായിട്ട് ഇതിന്റെ ഘടകവർണ്ണം തന്നെയാണ്, അതിനാൽ അതിനെ കടത്തിവിടുന്നു. ഇനി മഞ്ഞയോ? നോക്കുക, ഇവിടെയാണ് മജന്ത ഉള്ളത് അല്ലേ? മഞ്ഞ എവിടെയാണുള്ളത്? ഇവിടെയാണുള്ളത്. ഈ മഞ്ഞയുടെ ഘടകവർണ്ണങ്ങൾ ഏതൊക്കെയാണ്? ഈ മഞ്ഞയുടെ ഘടകവർണ്ണങ്ങൾ ഏതൊക്കെയാണ്? മഞ്ഞയുടെ ഘടകവർണ്ണങ്ങൾ ചുവപ്പും പച്ചയുമാണ് അല്ലേ? ഓക്കെ, ചുവപ്പും ഓക്കെ, ഞാൻ ഇത്ര മാത്രമേ എഴുതുന്നുള്ളൂ തൽക്കാലം. ചുവപ്പും പച്ചയുമാണ് മഞ്ഞയുടെ ഘടകവർണ്ണങ്ങൾ. ഓക്കെ, ഇനി നോക്കുക, മഞ്ഞയുടെ ദ്വിതീയ വർണ്ണമാണ്,
അതുകൊണ്ട് നമ്മൾ അതിന്റെ ഘടകവർണ്ണങ്ങൾ എന്തൊക്കെയാണ് തൽക്കാലം ഇവിടെ ബ്രാക്കറ്റിൽ എഴുതി. ചുവപ്പും പച്ചയും. ഇനി നോക്കുക, മജന്തയുടെ ഘടകവർണ്ണങ്ങൾ ചുവപ്പും നീലയുമാണ്. മഞ്ഞയുടെ ഘടകവർണ്ണങ്ങൾ ചുവപ്പും പച്ചയുമാണ്. ഈ പച്ച ഇതിലില്ലല്ലോ, ഇല്ല. അപ്പൊ ഈ പച്ച എന്തായാലും കടത്തിവിടില്ല. ഇനി ഈ ചുവപ്പ് ഇതിലുണ്ടോ? ഉണ്ട് അല്ലെ. അതിനാൽ മഞ്ഞയിലെ ചുവപ്പ് വർണ്ണത്തെ മാത്രം കടത്തിവിടും. ഓക്കെ, അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. കണ്ടോ, മഞ്ഞ പ്രകാശം പതിക്കുകയാണെങ്കിൽ ചുവപ്പിനെ കടത്തിവിടുന്നു എന്ന് ഇവിടെ എഴുതിയിട്ടുള്ളത് അതുകൊണ്ടാണ്. ഇനി ധവളമാണെങ്കിലോ? ധവളമാണെങ്കിൽ ചുവപ്പ്, നീല എന്നിവയെ കടത്തിവിടുന്നു. ഓക്കെ, നമുക്കറിയാം ധവളം ഫോം ചെയ്തിരിക്കുന്നത് റെഡ്, ഗ്രീൻ, ബ്ലൂ, ചുവപ്പ്, പച്ച, നീല എന്നിവ മൂന്നും കൂടി ചേരുമ്പോഴാണ് ധവളം കിട്ടുന്നത്. പക്ഷെ മൂന്നിനെ ഇത് കടത്തിവിടുമോ? ഇല്ല. മജന്ത ഫിൽറ്റർ കടത്തിവിടുന്ന ഏതൊക്കെ നിറങ്ങളെ മാത്രമാണ്? ചുവപ്പിനെയും നീലയും മാത്രമാണ്. ധവളപ്രകാശത്തിലെ ചുവപ്പിനെയും നീലയും മാത്രമാണ് കടത്തിവിടുന്നത്. ഓക്കെ, അതായത് ഇതിന് രണ്ടിനും കടത്തിവിടും. ചുവപ്പിനും കടത്തിവിടും, നീലയും കടത്തിവിടും. അപ്പൊ ഇതിന്റെ ആകെ തുകയായ മജന്ത നിറത്തിയായിരിക്കും നമുക്ക് ആ ഒരു ഫിൽറ്ററിലേക്ക് കൂടി കടന്നു പോകുന്നതായിട്ട് കാണാൻ കഴിയുന്നത്. ഓക്കെ, ഒരു ദ്വിതീയ വർണ്ണത്തിലുള്ള ഫിൽറ്റർ അതിന്റെ നിറമുള്ള വർണ്ണത്തെയും അതിന്റെ ഘടകവർണ്ണങ്ങളെയും കടത്തിവിടുന്നു. ഓക്കെ, ഇനി നോക്കുക, ടെക്സ്റ്റൈൽ ഷോപ്പിനകത്ത് കണ്ട നിറത്തിലല്ലല്ലോ മിക്ക വസ്ത്രങ്ങളും പകൽ വെളിച്ചത്തിൽ കാണുന്നത്. എന്തായിരിക്കും ഈ വ്യത്യാസത്തിന് കാരണം? നമുക്കറിയാം ടെക്സ്റ്റൈൽ ഷോപ്പുകളിൽ വിവിധ നിറത്തിലുള്ള ബൾബുകളൊക്കെ ഉണ്ടാകും അല്ലേ. അപ്പോൾ അതാര്യ വസ്തുക്കളുടെ നിറം എന്നൊരു ടോപ്പിക്കിൽ നമുക്ക് ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, നോക്കുക, ഒരു വസ്തുവിൽ നിന്ന് ഏത് പ്രകാശവർണ്ണമാണോ നമ്മുടെ കണ്ണിൽ പതിക്കുന്നത് ആ നിറത്തിലായിരിക്കും നാം ആ വസ്തുവിനെ കാണുന്നത്. അതാര്യ വസ്തുക്കൾ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രകാശം കടന്നു പോകാത്ത വസ്തുക്കൾ. അപ്പൊ അവയുടെ നിറം എങ്ങനെയാണ് നമുക്ക് പ്രകടമാകുന്നത് എന്നൊരു കാര്യമാണ് പഠിക്കുന്നത്. എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഒരു അതാര്യ വസ്തു ഉണ്ട്. ഇവിടെ ഒരു നീല നിറത്തിലുള്ള എന്തോ ഒരു വസ്തു ഉണ്ട് എന്ന് വിചാരിച്ചോളൂ. ഓക്കെ, നീല നിറത്തിലുള്ള ഒരു പെട്ടിയുണ്ട് ഇവിടെ. ഇതിലേക്ക് ധവളപ്രകാശം പതിക്കുമ്പോൾ ഒരു നീല നിറമുള്ള പെട്ടിയാണെങ്കിൽ അതിൽ നിന്ന് പ്രതിപദിക്കുന്ന വർണ്ണം ഏതായിരിക്കും? നീലയായിരിക്കും. ഓക്കെ, ഈ നീല നിറം നമ്മുടെ കണ്ണിലെത്തുന്നത് കൊണ്ടാണ് നമ്മൾ ഈ വസ്തുവിനെ നീലയായിട്ട് കാണുന്നത്. നമുക്കെന്ത് പറയാം? ഒരു വസ്തുവിൽ നിന്ന് ഏത് പ്രകാശവർണ്ണമാണോ നമ്മുടെ കണ്ണിൽ പതിക്കുന്നത് ആ നിറത്തിലായിരിക്കും നാം ആ വസ്തുവിനെ കാണുന്നത്. മനസ്സിലായല്ലോ? ഇനി നമ്മുടെ മുന്നിലുള്ള ഒരു ചുവന്ന വസ്തുവാണെങ്കിലോ ആ വസ്തുവിൽ നിന്ന് പ്രതിപദിക്കുന്നത് ചുവന്ന പ്രകാശമായിരിക്കും. ഓക്കെ, അപ്പൊ ആ ചുവന്ന പ്രകാശം നമ്മുടെ കണ്ണിലെത്തുമ്പോൾ നമ്മൾ അതിനെ ചുവന്ന നിറത്തിൽ കാണുന്നു. എങ്കിൽ താഴെ കൊടുത്ത വസ്തുക്കളിൽ സൂര്യപ്രകാശം എന്ന് വെച്ചാൽ ഒരു ധവളപ്രകാശം, വിബ്ജിയോർ, അതിൽ പല വർണ്ണങ്ങൾ അടങ്ങിയിട്ടുണ്ട് അല്ലെ. വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ് അവയൊക്കെ അടങ്ങിയിട്ടുണ്ട് നമുക്കറിയാം. താഴെ കൊടുത്ത വസ്തുക്കൾ സൂര്യപ്രകാശം പതിക്കുമ്പോൾ പ്രതിപദിപ്പിക്കുന്ന വർണ്ണങ്ങൾ ഏതായിരിക്കും എന്നാണ് ചോദ്യം. ഒരു പച്ച ആപ്പിൾ പ്രതിപദിപ്പിക്കുന്ന ഏത് വർണ്ണത്തെയായിരിക്കും? പച്ച നിറത്തെയായിരിക്കും. ഒരു നീല കാർ പ്രതിപദിപ്പിക്കുന്നത് നീല നിറത്തെയായിരിക്കും. ബാക്കി വർണ്ണങ്ങളെയൊക്കെ അത് ആഗിരണം ചെയ്യുന്നു. ഒരു ചുവന്ന ആപ്പിൾ ആണെങ്കിലോ അത് ചുവന്ന നിറത്തെയായിരിക്കും പ്രതിപദിപ്പിക്കുന്നത്. ഒരു വെളുത്ത പ്ലേറ്റ് അത് എല്ലാ വർണ്ണങ്ങളെയും പ്രതിപദിപ്പിക്കുന്നു. അതുകൊണ്ടാണ് നമ്മൾ അതിനെ വെളുത്തായിട്ട് തന്നെ കാണുന്നത്. ഓക്കെ, ഇവിടെ ഒരു ഫ്രൂട്ടിന്റെ ചിത്രമുണ്ട് അല്ലേ. നോക്കുക, സൂര്യപ്രകാശം പതിക്കുമ്പോൾ സൂം ചെയ്ത രീതിയിലുള്ള ഒരു ചിത്രമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. കണ്ടോ, ആകെ പ്രതിപദിക്കുന്ന ഏത് മാത്രമാണ്? ചുവന്ന നിറം മാത്രമാണ് പ്രതിപദിപ്പിക്കുന്നത്. ഈ ഒരു വസ്തു പ്രതിപദിപ്പിക്കുന്നത് ചുവന്ന നിറം മാത്രമാണ്. അതുകൊണ്ട് നമ്മൾ ഇതിനെ ചുവന്ന നിറത്തിൽ കാണുന്നു. ബാക്കി വർണ്ണങ്ങളെ ഇത് ആഗിരണം ചെയ്യുന്നു. അതാണ് ഇവിടെ ചിത്രത്തിൽ കാണിച്ചിട്ടുള്ളത്. താഴെ ഒരു പട്ടിക കൊടുത്തിട്ട് നോക്കൂ. അത് നീലക്കാർ പ്രതിപദിപ്പിക്കുന്നത് നീല, പച്ച നിറത്തിലുള്ള മാങ്ങ പച്ച പ്രതിപദിപ്പിക്കുന്നു, വെളുത്ത പാത്രം ധവളപ്രകാശം പ്രതിപദിപ്പിക്കുന്നു. ഓക്കെ, ആ പതിക്കുന്ന പ്രകാശം അങ്ങനെ തന്നെ പ്രതിപദിപ്പിക്കുന്നു. എല്ലാ വർണ്ണങ്ങളെയും പ്രതിപദിപ്പിക്കുന്നു എന്ന് പറയാം. അതാണല്ലോ ധവളപ്രകാശം. ചുവന്ന ആപ്പിളാണെങ്കിൽ ചുവപ്പിനെയാണ് പ്രതിപദിപ്പിക്കുന്നത്. ഒരു അതാര്യ വസ്തുവിൽ സൂര്യപ്രകാശം പതിക്കുമ്പോൾ അതിന്റെ നിറമുള്ള വർണ്ണത്തെയും അതിനോടടുത്ത തരംഗദൈർഘ്യങ്ങളുള്ള വർണ്ണങ്ങളെയും പ്രതിപദിപ്പിക്കുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമുക്കറിയാം ഇത് കൃത്യമായിട്ട് ഇപ്പോൾ ഒരു കളറ് അതൊരു 500 നാനോമീറ്റർ മാത്രമുള്ള തരംഗദൈർഘ്യം, കൃത്യമായിട്ട് അത് മാത്രമുള്ള പ്രകാശത്തെയാണ്, വർണ്ണങ്ങളെയാണ് പ്രതിപദിപ്പിക്കുന്നത് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. അതും അതിനോട് അടുത്തുള്ള തരംഗദൈർഘ്യങ്ങളെയും അത് പ്രതിപദിപ്പിക്കുന്നു. അതാണ് പറഞ്ഞത്. അതിൻ്റെയൊക്കെ ഒരു മിക്സ് ആയിട്ടായിരിക്കും നമുക്കത് കാണുന്നത്. ഒരു അതാര്യ വസ്തുവിൽ
സൂര്യപ്രകാശം പതിക്കുമ്പോൾ അതിന്റെ നിറമുള്ള വർണ്ണത്തെയും അതിനോട് അടുത്ത തരംഗദൈർഘ്യങ്ങളുള്ള വർണ്ണങ്ങളെയും പ്രതിഫലിപ്പിക്കുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു ഏകദേശ കണക്കാണ് പറയുന്നത്. ഒരു വസ്തുവിന്റെ വർണ്ണം ഒരൊറ്റ തരംഗദൈർഘ്യത്തിൽ മാത്രമുള്ളതല്ല എന്ന് നമുക്ക് കൃത്യമായിട്ട് ഒരു 500 നാനോമീറ്റർ മാത്രമാണ്, അല്ലെങ്കിൽ ഒരു 520 നാനോമീറ്റർ മാത്രമാണെന്ന് പറയാൻ കഴിയില്ല. 500, 501, 502 അതിനെയൊക്കെ എന്താണ് പ്രതിഫലിപ്പിക്കുന്നുണ്ടാകും. ആ ഒരു കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, പിന്നെ എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഓരോ വ്യക്തികളുടെ കണ്ണിലെ പ്രകാശഗ്രാഹി കോശങ്ങൾക്കനുസരിച്ച് എന്താണ് വ്യത്യാസപ്പെടാം. അതായത് ഒരാൾ കാണുന്ന അതേ ചുവപ്പ് തന്നെയായിരിക്കണം എന്നില്ല അടുത്ത ആൾ കാണുന്നത്. ചുവപ്പിൽ ചെറിയൊരു വ്യത്യാസങ്ങൾ ഉണ്ടാകാം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു ചുവന്ന പൂവിനെ നമ്മൾ കാണുന്നു. ഒരാൾ കാണുന്നത് കട്ടിച്ചുവപ്പായിട്ടാണെങ്കിൽ മറ്റാൾ കാണുന്നത് ചെറിയൊരു വ്യത്യാസം വന്നേക്കാം. വ്യക്തികളുടെ കണ്ണിലെ പ്രകാശഗ്രാഹി കോശങ്ങൾക്കനുസരിച്ചും വർണ്ണത്തിൽ നേരിയ മാറ്റം അനുഭവപ്പെട്ടേക്കാം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ മറ്റെല്ലാ വർണ്ണങ്ങൾക്കും എന്തായിരിക്കും സംഭവിക്കുന്നത്? മറ്റെല്ലാ വർണ്ണങ്ങളെയും ആ വസ്തു ആഗിരണം ചെയ്യുന്നു. ഓക്കെ, ഇവിടെ ചിത്രത്തിൽ കൊടുത്തിട്ടുണ്ടോ? ചുവന്ന വസ്തുവാണെങ്കിൽ അത് ആ ചുവന്ന പ്രകാശത്തെ പ്രതിഫലിപ്പിച്ചിട്ട് ബാക്കി എല്ലാ വർണ്ണങ്ങളെയും എന്ത് ചെയ്യുന്നു? അത് ആഗിരണം ചെയ്യുന്നു, അതിനകത്തേക്ക് ആഗിരണം ചെയ്യുന്നു. ഓക്കെ, ഇനി നോക്കുക. തന്നിരിക്കുന്ന വസ്തുക്കളെ, കുറച്ച് വസ്തുക്കൾ തന്നിട്ടുണ്ട് അല്ലേ? ചുവന്ന പൂവ്, പച്ച ഇല, മഞ്ഞപ്പൂവ് എന്നിവ തന്നിട്ടുണ്ട് അല്ലേ? തന്നിരിക്കുന്ന വസ്തുക്കളെ ചുവപ്പ്, പച്ച, മഞ്ഞ എന്നീ വർണ്ണപ്രകാശങ്ങളിൽ ഓരോന്നിലും നിരീക്ഷിച്ച് ലഭിക്കുന്ന ഫലം എഴുതി പട്ടിക പൂർത്തീകരിക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ആദ്യം ഒരു ചുവന്ന പൂവ്. പ്രകാശം ഏതൊക്കെയാണ്? ചുവന്ന പ്രകാശം, പച്ചപ്രകാശം, മഞ്ഞപ്രകാശം എന്നിവയിൽ നിരീക്ഷിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ വസ്തുവിനെ കാണുന്ന വർണ്ണം എന്തായിരിക്കും എന്ന് എഴുതാനുണ്ട് അല്ലേ? നോക്കുക, ആദ്യം ചുവന്ന പൂവ്. ചുവന്ന പൂവ് നമുക്കറിയാം ചുവന്ന പ്രകാശത്തിനെ മാത്രം എന്ത് ചെയ്യുന്നു? അത് പ്രതിഫലിപ്പിക്കുന്നു. ഇപ്പൊ ഇവിടെ ചുവന്ന പ്രകാശം, ഒന്നാമത്തെ ചുവന്ന പ്രകാശം, സ്വാഭാവികമായിട്ടും ചുവന്ന പൂവിലോട്ട് ചുവന്ന പ്രകാശം വന്നാൽ അതിനെന്ത് ചെയ്യുന്നുണ്ട്? പ്രതിഫലിപ്പിക്കുന്നുണ്ട്. അതിനാൽ നമ്മൾ അതിനെ ചുവന്ന നിറത്തിൽ കാണും, ചുവപ്പ്. ഇനി പച്ച പ്രകാശമാണ് പതിക്കുന്നതെങ്കിലോ? പച്ച പ്രകാശം ചുവന്ന പൂവിൽ പതിച്ചാൽ അതിനെ ആഗിരണം ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ ഈ പച്ചപ്രകാശത്തിനെ പ്രതിഫലിപ്പിക്കുന്നുണ്ടോ? ഇല്ല. അതുകൊണ്ട് നമ്മൾ ഇരുണ്ട നിറത്തിൽ കാണുന്നു. ഓക്കെ, ഇനി മഞ്ഞ പ്രകാശമാണെങ്കിലോ? നമുക്കറിയാം മഞ്ഞ ഒരു ദ്വിതീയ വർണ്ണമാണ് അല്ലേ? ഈ മഞ്ഞയിൽ അതിന്റെ ഘടകവർണ്ണങ്ങൾ ഏതൊക്കെയാണ്? ചുവപ്പും പച്ചയുമാണ് മഞ്ഞയുടെ ഘടകവർണ്ണങ്ങൾ. അതിനാൽ ഈ ചുവപ്പിനെ ചുവന്ന പൂവ് പ്രതിഫലിപ്പിക്കുമല്ലോ? പ്രതിഫലിപ്പിക്കും. പച്ചയെയോ? പച്ചയെ ആഗിരണം ചെയ്യും. ഓക്കെ, അതായത് മഞ്ഞപ്രകാശത്തിലാണ് നമ്മൾ കാണുന്നത് മഞ്ഞയുടെ ഘടകവർണ്ണങ്ങൾ ചുവപ്പും പച്ചയുമാണ്. ഇതിൽ പച്ചയെ അത് ആഗിരണം ചെയ്യുന്നു, ചുവപ്പിനെ അത് പ്രതിഫലിപ്പിക്കുന്നു. അതിനാൽ ചുവന്ന പൂവിനെ മഞ്ഞപ്രകാശത്തിൽ ചുവപ്പ് നിറത്തിൽ തന്നെ കാണാൻ കഴിയുന്നു. ഇനി അടുത്ത് പച്ച ഇലയുടെ കാര്യം. പച്ച ഇലയിൽ ചുവന്ന പ്രകാശം പതിക്കുകയാണെങ്കിൽ അതിനെന്ത് ചെയ്യുന്നു? ആഗിരണം ചെയ്യുന്നു. ഓക്കെ, പച്ച ഇലയിൽ ചുവന്ന പ്രകാശം പതിച്ചാൽ അതിനെ ആഗിരണം ചെയ്യുന്നു. പച്ച ഇലയിൽ പച്ച പ്രകാശം പതിച്ചാലോ? അതിനെ പ്രതിഫലിപ്പിക്കും. ഓക്കെ, നമ്മൾ പറഞ്ഞ കാര്യം തന്നെയല്ലേ? അങ്ങനെ നമുക്ക് ആ വസ്തുവിനെ പച്ച നിറത്തിൽ തന്നെ കാണും. പച്ച ഇലയിൽ മഞ്ഞ പ്രകാശം പതിച്ചാലോ? മഞ്ഞ നമുക്കറിയാം അല്ലെ? മഞ്ഞയുടെ ഘടകവർണ്ണങ്ങൾ ഏതൊക്കെയാണ്? ചുവപ്പും പച്ചയുമാണ്. ഈ ഘടകവർണ്ണങ്ങളാണല്ലേ? അപ്പൊ പച്ച ഇലയിൽ മഞ്ഞ പ്രകാശം പതിച്ചാൽ അതിലെ ചുവപ്പിനെ അത് ആഗിരണം ചെയ്യും അല്ലെ? എന്നിട്ട് പച്ചയെ മാത്രം എന്ത് ചെയ്യും? പ്രതിഫലിപ്പിക്കും. അതിനാൽ നമുക്കതിനെ പച്ച നിറത്തിൽ കാണാൻ കഴിയും. ഇനി മഞ്ഞപ്പൂവാണെങ്കിലോ? മഞ്ഞപ്പൂവാണെങ്കിലോ നമുക്കറിയാം മഞ്ഞയുടെ ഘടകവർണ്ണങ്ങൾ ഏതൊക്കെയാണ്? ചുവപ്പും പച്ചയുമാണ് അല്ലെ? ചുവപ്പും പച്ചയുമാണ് മഞ്ഞയുടെ ഘടകവർണ്ണങ്ങൾ. ചുവപ്പ് കോമ പച്ച മഞ്ഞയുടെ ഘടകവർണ്ണങ്ങൾ. ഇപ്പോൾ ചുവന്ന പ്രകാശം അതിലേക്ക് പതിക്കുമ്പോൾ ആ ചുവന്ന പ്രകാശത്തിനെ തീർച്ചയായും പ്രതിഫലിപ്പിക്കുമല്ലോ. കാരണം മഞ്ഞപ്പൂവ് ചുവപ്പിനെയും പ്രതിഫലിപ്പിക്കും, പച്ചയെയും പ്രതിഫലിപ്പിക്കും. അതിനാൽ ചുവന്ന പ്രകാശം അതിലേക്ക് പതിക്കുമ്പോൾ അതിനെ പ്രതിഫലിപ്പിക്കുന്നു. അതിനാൽ നമ്മൾ അതിനെ ചുവന്ന നിറത്തിൽ കാണുന്നു. ഇനി പച്ചപ്രകാശമാണ് അതിൽ പതിക്കുന്നെങ്കിലോ? സ്വാഭാവികമായിട്ട് നമുക്കറിയാം പച്ചയെയും അത് പ്രതിഫലിപ്പിക്കും അല്ലേ? അതിനാൽ പച്ചയെ പ്രതിഫലിപ്പിക്കുന്നു, നമ്മൾ പച്ച നിറത്തിൽ അതിനെ കാണുന്നു. ഇനി മഞ്ഞപ്രകാശമാണെങ്കിലോ? മഞ്ഞപ്രകാശം എന്ന് വെച്ചാൽ അതിൽ ചുവപ്പും പച്ചയും ഉണ്ടല്ലേ? ഈ മഞ്ഞപ്പൂവ് ചുവപ്പിനെയും പച്ചയെയും പ്രതിഫലിപ്പിക്കും. അതിനാൽ നമുക്കതിനെ മഞ്ഞ നിറത്തിൽ തന്നെ കാണും. ഓക്കെ, മഞ്ഞപ്പൂവാണ്, മഞ്ഞപ്രകാശത്തിൽ മഞ്ഞ നിറത്തിൽ തന്നെ കാണും. ഓക്കെ, പട്ടിക അപഗ്രഥിക്കുമ്പോൾ എത്തിച്ചേരാൻ കഴിയുന്ന നിഗമനങ്ങൾ എന്തെല്ലാമാണ്? പച്ച ഇല ഏതൊക്കെ വർണ്ണങ്ങളെയാണ് പ്രതിഫലിപ്പിക്കുന്നത്? പച്ചയെ മാത്രമാണ് അല്ലേ? ചുവന്ന പൂവോ? ചുവപ്പിനെ മാത്രം പ്രതിഫലിപ്പിക്കുന്നു. മഞ്ഞ നിറത്തിലുള്ള, മഞ്ഞ എന്നത് പച്ചയും ചുവപ്പും കൂടി ചേർന്ന നിറമാണ് അല്ലേ? മഞ്ഞ നിറത്തിലുള്ള പൂവിന് മഞ്ഞ വർണ്ണത്തെ മാത്രമാണോ പ്രതിഫലിപ്പിക്കാൻ സാധിക്കുക? അല്ല,
മഞ്ഞ നിറത്തിലുള്ള പൂവിന് മഞ്ഞ നിറത്തെ മാത്രമല്ല പ്രതിഫലിപ്പിക്കാൻ കഴിയുന്നത്, അതിന്റെ ഘടകവർണ്ണങ്ങളായ പച്ചയെയും ചുവപ്പിനെയും പ്രതിഫലിപ്പിക്കാൻ കഴിയുന്നു. അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ദ്വിതീയ വർണ്ണത്തിലുള്ള അതാര്യ വസ്തുവിന് അതിന്റെ വർണ്ണത്തെയും ഘടകവർണ്ണങ്ങളെയും പ്രതിഫലിപ്പിക്കാൻ കഴിയും. നമ്മൾ നേരത്തെ സുതാര്യ വസ്തുവിന്റെ കാര്യം, ഫിൽറ്ററുകളുടെ കാര്യം പറഞ്ഞപ്പോൾ എന്താണ്, അതിന്റെ നിറമുള്ള വർണ്ണത്തെയും അതിന്റെ ഘടകവർണ്ണങ്ങളെയും കടത്തിവിടുന്നു എന്നാണ് പറഞ്ഞിട്ടുണ്ടായത് അല്ലേ. ഇപ്പോൾ അതാര്യ വസ്തുവിന്റെ കേസിൽ എന്താണ്, അതിന്റെ നിറമുള്ള ദ്വിതീയ വർണ്ണത്തിലുള്ള അതാര്യ വസ്തുവിന് അതിന്റെ വർണ്ണത്തെയും ഘടകവർണ്ണങ്ങളെയും പ്രതിഫലിപ്പിക്കാൻ കഴിയും. ഓക്കെ, ആ ഒരു വ്യത്യാസം മനസ്സിലാക്കുക. ഇനി നോക്കുക, എല്ലാ വർണ്ണങ്ങളെയും പ്രതിഫലിപ്പിക്കുന്ന പ്രതലം ഏത് നിറത്തിൽ കാണപ്പെടും? എല്ലാ വർണ്ണങ്ങളെയും പ്രതിഫലിപ്പിക്കുന്ന പ്രതലം ധവളപ്രകാശത്തിൽ വെളുപ്പായി കാണും. ഓക്കെ, അതായത് വെളുപ്പായിട്ട് കാണും ധവളപ്രകാശത്തിൽ. ധവളപ്രകാശം എന്ന് വെച്ചാൽ അതിൽ എല്ലാ വർണ്ണങ്ങളും ഉണ്ട് അല്ലേ. അപ്പൊ അത്തരമൊരു പ്രകാശത്തിൽ അതിനെ വെളുപ്പായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു. എല്ലാ വർണ്ണങ്ങളെയും ആഗിരണം ചെയ്യുന്ന പ്രതലം ഇരുണ്ട നിറത്തിൽ കാണപ്പെടുന്നു. ഓക്കെ, ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്, എല്ലാ വർണ്ണങ്ങളെയും, ഒരു വെളുത്ത പൂവ്, ഓക്കെ, ഒരു വെളുത്ത പൂവുണ്ട് വിചാരിച്ചോളൂ, അത് ധവളപ്രകാശത്തിൽ നമുക്കതിനെ വെളുത്തിട്ട് കാണും. കാരണം അത് എല്ലാ വർണ്ണങ്ങളെയും പ്രതിഫലിപ്പിക്കുന്നു. ഓക്കെ, അതിൽ പതിക്കുന്ന എല്ലാ കളേഴ്സിനെയും എന്ത് ചെയ്യുന്നുണ്ട്, അത് പ്രതിഫലിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് അതിൻ്റെയൊക്കെ ഒരു കമ്പൈൻഡ് എഫക്റ്റ് ആയിട്ടുള്ള അല്ലേ, ആകെ മൊത്തം നമുക്ക് എന്ത് കാണുന്നു, വെളുത്ത നിറത്തിൽ അതിനെ കാണാൻ കഴിയുന്നു. എപ്പോഴാണ്, ധവളപ്രകാശത്തിലാണ്. അതേസമയം ഒരു ചുവന്ന പ്രകാശം മാത്രമേ ഉള്ളൂ എങ്കിലോ, ചുവപ്പിനെ മാത്രമേ പ്രതിഫലിപ്പിക്കുന്നു, കാരണം ചുവപ്പ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ അതിനെ ചുവന്നിട്ട് കാണും. ഒരു നീലപ്രകാശം മാത്രമേ ഉള്ളൂ എങ്കിലോ, സ്വാഭാവികമായിട്ട് ആ നീലയെ പ്രതിഫലിപ്പിക്കുന്നു, നമ്മൾ അതിനെ നീല നിറത്തിൽ കാണും. അപ്പോൾ ധവളപ്രകാശത്തിൽ എല്ലാ ഘടകവർണ്ണങ്ങളും ഉണ്ട് അല്ലേ, കുറേ വർണ്ണങ്ങളുണ്ട് അല്ലേ. അതിനാൽ ധവളപ്രകാശത്തിൽ നമുക്കതിനെ വെളുത്ത നിറത്തിൽ കാണാൻ കഴിയുന്നു. ഓക്കെ, ശ്രദ്ധിക്കുക, എല്ലാ വർണ്ണങ്ങളും പ്രതിഫലിപ്പിക്കുന്ന പ്രതലം ധവളപ്രകാശത്തിൽ വെളുപ്പായി കാണും. ഇനി എല്ലാ വർണ്ണങ്ങളെയും അത് ആഗിരണം ചെയ്യുന്നതെങ്കിലോ, എല്ലാ വർണ്ണങ്ങളെയും അത് ആഗിരണം ചെയ്യുന്നെങ്കിൽ നമുക്കതിനെ ഇരുണ്ട നിറത്തിൽ കാണുന്നു. ഓക്കെ, ഒരു കറുത്ത നിറം അല്ലേ, ഏകദേശം ഒരു ഇരുണ്ട നിറത്തിൽ നമ്മളതിനെ കാണുന്നു. കാരണം അതിൽ നിന്നും വർണ്ണങ്ങൾ പ്രതിഫലിക്കുന്നില്ലല്ലോ, എല്ലാത്തിനും ആഗിരണം ചെയ്യുകയല്ലേ. അതുകൊണ്ട് അതിനെ ഇരുണ്ട നിറത്തിൽ കാണുന്നു എന്ന് മനസ്സിലാക്കുക. ആമുഖ ചിത്രത്തിൽ സൂചിപ്പിച്ച പൂന്തോട്ടത്തിലെ പൂക്കളിലെല്ലാം ഒരേ പ്രകാശമാണ് പതിക്കുന്നതെങ്കിലും ഓരോന്നും വ്യത്യസ്ത വർണ്ണങ്ങളിൽ കാണപ്പെടുവാൻ കാരണമെന്താണെന്ന് ഇനി വിശദീകരിക്കാൻ സാധിക്കുമല്ലോ. ഇവിടെ പറഞ്ഞിട്ടുണ്ട്, സൂര്യപ്രകാശം ഒരു സമന്വിത പ്രകാശമാണ്. സമന്വിത പ്രകാശം എന്താണെന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഇതിൽ വ്യത്യസ്ത വർണ്ണങ്ങൾ അടങ്ങിയിരിക്കുന്നു. സൂര്യപ്രകാശം വസ്തുക്കളിൽ പതിക്കുമ്പോൾ ഓരോ വസ്തുവും അതിന്റെ നിറത്തിനനുസരിച്ച് വ്യത്യസ്ത വർണ്ണങ്ങളെയാണ് പ്രതിഫലിപ്പിക്കുന്നത്. അതിനനുസരിച്ച് വസ്തുക്കളെ വ്യത്യസ്ത വർണ്ണങ്ങളിലാണ് കാണുന്നത്. മനസ്സിലായല്ലോ. ഇപ്പൊ ചുവന്ന പൂവാണെങ്കിൽ അത് ചുവന്ന വർണ്ണത്തെയാണ് പ്രതിഫലിപ്പിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ അതിനെ ചുവന്ന നിറത്തിൽ കാണുന്നു. ഇനി ഒരു നീലപ്പൂവാണെങ്കിൽ ധവളപ്രകാശത്തിൽ, അതായത് സൂര്യപ്രകാശത്തിൽ അത് ആ നീലയെ മാത്രമാണ് പ്രതിഫലിപ്പിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ അതിനെ നീല നിറത്തിൽ കാണുന്നു. ഓക്കെ, അടുത്തത്, ആകാശം സാധാരണയായി നീല നിറത്തിൽ കാണുന്നത് എന്തുകൊണ്ട് എന്നാണ് ചോദ്യം. പ്രകാശത്തിന്റെ വിസരണം എന്ന ടോപ്പിക്കിൽ നമുക്കത് പഠിക്കാം. നമുക്കത് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. താങ്ക് യു.